ഞാൻ പറഞ്ഞില്ലേ, ഏലകൃഷിയിൽ 2 ഏലം ഉണ്ട്. ഒരു ഏലം വഞ്ചി ഏലം പറയും, സിക്കിമിലുണ്ട് മേലുണ്ട്. മറ്റൊരു ഏലം ചെറിയ ഏലം എലറ്റേരിയ കാലം പറയുന്നത് നമ്മൾ ഇടുക്കിയിൽ മാത്രമുണ്ട്, കർണാടകമുണ്ട്, തമിഴ്നാടുണ്ട്, കൊടൈക്കനാലില്ല. പക്ഷേ ഈ സിക്കിം ഉണ്ടല്ലോ, സിക്കിം സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് മൊത്തം തന്നെ ജൈവരീതിയായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിൻ്റെ സത്യവും ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് അന്ന് മീറ്റിംഗ് ഉണ്ടായി തിരുവനന്തപുരത്ത്. ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാർ തന്നെ അവരെല്ലാം ഉണ്ടായി. അവരെന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾ ഇത്ര വർഷം അനുഭവം ഉണ്ടല്ല, ഇടുക്കിയിൽ എന്തെങ്കിലും ഒരു വില്ലേജ്, ഒരു ഗ്രാമം തന്നെ ജൈവമായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞത്, സാറ് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെ? ഫസ്റ്റ് എല്ലാവരും സിക്കിം കണ്ടുപഠിക്കണം. ഒരു സ്റ്റേറ്റ് മൊത്തം എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് അറിയുമോ? 7-8 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. 8 മാവട്ടം, ചെറിയ ഡിസ്ട്രിക്റ്റാണ്. ആ സ്റ്റേറ്റ് മൊത്തം ജൈവരീതിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയില്ല, പ്രധാനമന്ത്രി. അപ്പോൾ അതിൻ്റെ ചരിത്രം അവിടെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്, ICRI അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗവേഷണക്കാരെല്ലാം ചോദിച്ചപ്പോൾ അവിടെ പ്രധാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. 16 വർഷം ജൈവരീതിയായിട്ട് കൃഷി ചെയ്തു, വിജയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയം നടപ്പാക്കി സ്റ്റേറ്റ് മൊത്തം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇടുക്കിയിൽ അങ്ങനെ സാധ്യതയുണ്ട്, ഒരു വില്ലേജ് തന്നെ ജൈവരീതി. എന്താ നടക്കത്തില്ല? അയ്യോ, ഇത്ര വയസ്സാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ. കറക്റ്റ്, മനസ്സിലായി. അപ്പോൾ ഞാൻ ഇൻഫോം കൊണ്ട് പറ്റണോ? കറക്റ്റ്, അത് മതി. ഈ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ആ മുഖ്യമന്ത്രി 16 വർഷം ജൈവരീതിയായിട്ട് ചെയ്യും, ആ 1 year. പിന്നെ സക്സസ് ആയി. മുഖ്യമന്ത്രി തന്നെ കോൺഫിഡൻസ് വന്നു, നമുക്ക് ജൈവരീതിയായിട്ട് പ്രഖ്യാപിക്കാം. പ്രധാനമന്ത്രി വിളിച്ച് എല്ലാ സ്ഥലവും കാണിച്ചു. പ്രധാനമന്ത്രി ഒരേ ഒരു സമയം ഈ തൻ്റെ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് സിക്കിമിൽ 3 ദിവസം ഇരുന്ന് ഈ സ്ഥലം മൊത്തം കണ്ടു, മൊത്തം മനസ്സിലാക്കി. 4ാം ദിവസം പ്രഖ്യാപിച്ച് സിക്കിം മൊത്തം തന്നെ ആഗ്രഹിച്ചു. കണ്ടോ വിജയം? അയ്യോ